ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ക്ലേ ആണ്. അപ്പോൾ നമ്മൾ കിളച്ചിട്ട് അകത്തെ മണ്ണ് എടുക്കാം കേട്ടോ. അതാണ് നല്ലതാണെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇത് എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ വെള്ളം നിറയ്ക്കണം. ഈ മണ്ണ് മൂടണം കേട്ടോ, വെള്ളം കൊണ്ട് ഇത് മൂടണം. അങ്ങനെയാണ് അതും പറയുന്നത്. പിന്നെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇളക്കണം കേട്ടോ. ഏതെങ്കിലും കമ്പ് വെച്ച് നല്ലതായിട്ട് ഇളക്കണം. അപ്പോൾ ഇതിൽ കല്ലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇളക്കണം. അത് കഴിഞ്ഞതിന് ശേഷം 10 സെക്കൻഡിൽ ചെയ്യണം കേട്ടോ. എത്രത്തോളം ഇളക്കുന്നത് അത്രത്തോളം നല്ല കളി നമുക്ക് കിട്ടും. അതിന് ശേഷം നമ്മളിത് 15 മിനിറ്റ് ഇത് മൂടി വെക്കണം. എന്തെങ്കിലും മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് അലിഞ്ഞു പോട്ടെ. അത് കഴിഞ്ഞ ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കോപ്പ എടുക്കുക, ഇതങ്ങ് തുറക്കുക, മൂടി വെച്ചിട്ട് അങ്ങ് തുറക്കുക. വേറൊരു ബക്കറ്റിനകത്ത് തുണി വെക്കുക. എന്നിട്ട് ഈ തുണി ബാധികം വന്ന തുണിയാണ് ഇടയിൽ കയറ്റി വെക്കണം. കാരണം എന്ന് വെച്ചാൽ ഈ വെയിറ്റ് കൂടുമ്പോൾ ഈ തുണി അങ്ങ് താന്നു പോകാനാണ് വളരെ സാധ്യതയുണ്ട്. എന്നിട്ട് ഇത് അങ്ങനെ അരിക്കുക. ഒരുപാട് പീസ് കാണും, അപ്പോൾ ഇതൊക്കെ അരിക്കണം കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് ഇത് ആദ്യം അരിച്ച വെള്ളം പിന്നെയും രണ്ടാമത് ഒന്നോടും കൂടെ അരിക്കണം കേട്ടോ. അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പം ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമായി ഒരു റെഡ് ഹാർട്ട് ഇടണം. നിങ്ങൾക്ക് ഞാനിപ്പം ചെയ്തതൊന്നും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ രണ്ടാമതൊരു വീഡിയോ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. തീർച്ചയായിട്ടും രണ്ടാമതൊരു വീഡിയോ ഇടുന്നതാണ്. ഈ ക്ലേ വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ക്ലേ വെച്ച് എന്തുണ്ടാക്കണമെന്നും കൂടെ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ ആ ഉണ്ടാക്കുന്നതും കൂടി ഇടാവേ. പിന്നെ ഈ അരിച്ച വെള്ളം നമ്മൾ 2 മണിക്കൂർ മൂടി വെക്കണം. 2 മണിക്കൂർ മൂടി വെച്ചത് കഴിഞ്ഞ ശേഷം ഇത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഒരു തുണി എടുക്കുക, ബക്കറ്റിൽ ഇങ്ങനെ മൂടുക, എന്നിട്ട് അതിൻ്റെ ഇടയിലോട്ട് കയറ്റി വെക്കുക. തുണി ഇടയിലോട്ട് കയറ്റി വെക്കണം, അല്ലെങ്കിൽ താന്നു പോകും. വെള്ളം ഇങ്ങനെ അരിക്കുക. ഇപ്പോൾ ഈ അരിക്കുമ്പോൾ ആ തുണിയുടെ മണ്ടയ്ക്ക് വരുന്ന മണ്ണാണ് നമ്മുടെ ആവശ്യം. അതാണ് നമ്മുടെ ക്ലേ. ആ ക്ലേ ആണെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമ്മൾ അതിനെ ഒരു കുഴിയാണ് അത് വെച്ചങ്ങ് കെട്ടുക. നല്ലതായിട്ട് നമ്മളത് മുറുക്കി കെട്ടുക. അപ്പോൾ എന്നിട്ട് ആ തുണിയുടെ മണ്ടയ്ക്കാണ് കേട്ടോ വെക്കേണ്ടത്. ഞാൻ ഇത് ചെയ്തപ്പോൾ കാർമേഘം അങ്ങ് കൂടി കേട്ടോ. എന്നിട്ട് ഇതങ്ങ് നിരത്തുക. ഒരു വെയിലുള്ള സ്ഥലത്ത് കൊണ്ട് വെക്കണം കേട്ടോ. ഒരുപാട് വെയിൽ കൊള്ളിപ്പിക്കില്ല, ഒരുപാട് വെയിൽ കൊള്ളിപ്പിച്ച് നല്ലതായിട്ട് കട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് നല്ലതായിട്ട് നിരത്തി വെക്കണം കേട്ടോ. അപ്പോൾ എല്ലായിടത്തും നല്ലതായിട്ട് വെയിൽ വരും, കട്ടയാവും കേട്ടോ. കുറച്ച് കട്ടയാൽ മതി. അപ്പോൾ ഗൈസ് ഇത്രയും വെയിൽ കൊള്ളാവും കേട്ടോ, ഇത്രയും ആവാവൂ. അപ്പോൾ നമ്മുടെ ക്ലേ ഇവിടെ റെഡിയായി കേട്ടോ. ഞാനിങ്ങനെ പച്ചവെച്ചെടുക്കുകയാണ്. ഞാനിങ്ങനെ ഉരുട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനതിന് ഇതിലൊരു എയർ കയറാത്ത വിധം ഏതിലൊരു പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ കെട്ടി വെച്ച് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് ബൈ ബൈ.